എല്ലാവരോടും മാന്യമായിട്ട് ഒരു പ്രശ്നം തീർത്തു. പിന്നെന്തുവാ അങ്ങനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിയത്. ഇപ്പം നാട്ടുകാരിൽ ചില പ്രത്യേക വ്യക്തി താല്പര്യം കൊണ്ട് മാത്രം ഈ മരം മുറിച്ചിടാനുള്ള തെറ്റായ ഉത്തരവ് വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഈ മരം മുറിക്കാൻ വേണ്ടി. ഞാൻ മരത്തിന് വേണ്ടി അറസ്റ്റ് വരിച്ചു. എൻ്റെ പേര് പ്രൊഫസർ ജോസ് കുമാർ. സ്ഥലം തിരുവനന്തപുരം. ഞാൻ മോളിൽ ഇതിന്റെ വണ്ടിയുടെ ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയണം. കാര്യം വണ്ടി എടുത്ത് മാറ്റുന്നതിന് മുമ്പായിട്ട് ഇവിടെ മൊത്തം പരിശോധിക്കുമ്പോൾ അറിയാം ആ വണ്ടിയുടെ ആർസി ഓണർ ഉൾപ്പെടെയുള്ളവരറിയാം. എന്തോ കാര്യം എന്തോ വല്ല കാര്യമുണ്ടോ? ഈ കാറിനോട് ഉൾപ്പെടെ എന്തെങ്കിലും അതിനകത്ത് ആരെങ്കിലും കൊലപാതകൾ ഇരിക്കുന്നോ? അല്ലൊന്നുമില്ലല്ലോ. ഞങ്ങൾ വല്ല പരാതി തന്നിട്ടുണ്ടോ ഇത് വെട്ടണ്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബിനകത്ത് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൊണ്ട് കേട്ടിട്ട് ഒരു ആവശ്യമില്ല. അവരല്ല ഞാൻ ചോദിക്കട്ടോ, ഒരു മിനിറ്റ് ഞങ്ങളുടെ ഉൾപ്പെടെ ഫോട്ടോ അവിടെ നിന്നപ്പോ എടുത്ത എന്തിനാ ഈ മാഡം ഫോട്ടോ എടുത്തതിനാ? കാറിന്റെ ഓർഡർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, നമ്മളെ എടുത്ത് മാറ്റുന്ന മുമ്പായിട്ട് ആൾ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? അല്ലെങ്കിൽ നാളെ ഉദ്യോഗസ്ഥരാന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും അവകാശമുണ്ട്? എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടോ ഫോട്ടോ എടുക്കാൻ? സാറിനെ കാണിച്ച അവര് മുറിക്കാൻ പോകുന്ന മരമാണ് ഞങ്ങൾ പരിശോധിച്ചത്. ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ ഒരു കേടും കാണുന്നില്ല. ഇത് ആർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ മരം മുറിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി അടിച്ചതിന് തർക്കമില്ല. KSTBയുടെ സ്ഥലത്ത് പൊതുക്കിണർ അടിച്ചതിന് തർക്കമില്ല. കുഴൽക്കിണർ അടിച്ചു വെച്ചിട്ട് സ്വകാര്യ വ്യക്തി തർക്കമില്ല. പരാതി പോലും വന്നിട്ട് ഈ നാട്ടിലൊരു മരം വെട്ടാൻ നിങ്ങൾ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. നിങ്ങൾ വെട്ടിയോ ഇവിടെ ഉള്ള ഒരു വെയിൽ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് കയറ്റിവിട്ട മോശമായി പോയി. അല്ല സാറേ ഉള്ള സമയമായിരിക്കും പാർക്ക് ചെയ്ത് അവർക്ക് പറഞ്ഞുകൂടായിരുന്നോ ഈ വണ്ടി ഇവിടെ ഇടില്ലെന്ന്? ഇവിടെ എവിടെ പോയി രാവിലെ സംഭവിച്ചാൽ ആരും സമാധാനം പറയും. ഈ മഴയും കാറ്റും വരുമ്പോൾ മറിഞ്ഞു വീണ് അങ്ങനെ ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടാകാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടായിരിക്കും ജില്ലാ മജിസ്ട്രേറ്റ് കളക്ടറുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് അതെ. കളക്ടർ പറയുന്നത് നമുക്ക് പറയാം അതെ ലംഘിച്ചു. അത് മണ്ടേക്ക് വേണ്ടിയിട്ടാണ് കേസെടുക്കുന്നത്. നിങ്ങളുടെ KSTBയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അവിടെ ചെയ്യാം. എഴുകോണ്ട് നിപ്പോണ്ട് നല്ലൊരു മരം അത് വെട്ടാം. ഇത് ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആരാണ് ചെയ്യുന്നത് തെറ്റാ. ഞങ്ങൾക്കത് തർക്കമില്ല. നിങ്ങൾ വെട്ടിയോ വെട്ടായിരിക്കും എന്തോ ചെയ്തോ. ഇത്രയും വേസ്റ്റ് നിങ്ങൾ ഇത്രയും വേസ്റ്റ് ഉൾപ്പെടെ എത്ര ദിവസം കൂടെ കിടക്കുന്നു? എത്ര വ്യാപാരികളുടെ നടക്കായിരിക്കുന്നു? ഇതിന്റെ മറവിൽ എത്ര ദിവസം കറണ്ട് ഓഫാക്കി? ഇവിടെ എത്ര വീടുകളിൽ കറണ്ട് ഇല്ലാതാവുന്ന കടകളില്ലാന്ന്? ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്തു തീർക്കാം. ഈ നാട്ടിൽ ഈ മരം വയ്ക്കുന്നതിന് ഞങ്ങൾ ഇതിന്റെ കോൺസിക്വൻസ് നിങ്ങളും അറിയേണ്ടി വരും. പെൻഷൻ ഉത്തരവല്ല. നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ ഉത്തരവുണ്ട്. ജില്ലാ കളക്ടർ ഉത്തരവുണ്ടെങ്കിൽ ഉത്തരവുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറ. ഓൾറെഡി സർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് കിട്ടിയിട്ട് പോലും നിങ്ങൾക്ക് ആർക്കാ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ട് കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഒരു വാശിയുടെ പ്രശ്നമല്ല ഇത്. ഇതിനെ ജനങ്ങളെ സുരക്ഷയുള്ള വിഷയമാണ്. എന്തെങ്കിലും ചെയ്ത് ജനങ്ങളുടെ ജീവൻ അപകടമാണ്.
ഫാൾസ് റിപ്പോർട്ടിംഗാണ്. ഞാനത് സുപ്രീം കോടതി വരെ പോകും. ഇത് മറിഞ്ഞു വീണാൽ സുപ്രീം കോടതി വരെ പോകും. വിടാതിരിക്കാൻ അവർ ചെയ്യുന്നത് അത് മറിഞ്ഞു വീണാൻ പോയി പറ്റില്ല. അതിനുവേണ്ടി അവർ പോണത് സുപ്രീം കോടതി പോകാതിരിക്കാൻ വേണ്ടി അവർ ഇൻട്രസ്റ്റിലെ ഇത് ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് വേറെ ഈ കൊല്ലം ജില്ലയിൽ വേറെ ഒരു മരമില്ല. യുണീക് സ്പീഷീസ് ആണ് ഇത്. ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോപ്പ് ചെയ്യും. അല്ല ഉദ്യോഗസ്ഥരെ തടഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉദ്യോഗസ്ഥരെ ജോലി തടസ്സപ്പെടുത്തിട്ട് കാര്യമുണ്ടോ? ഉദ്യോഗസ്ഥര് തെറ്റായിട്ടുള്ള റിപ്പോർട്ടിനെ കൂട്ടി നിൽക്കാൻ പാടില്ല. ആര് ജില്ലാ കളക്ടർ കൂട്ടി നിൽക്കാൻ പാടില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് പോലും ഒരാഴ്ച കഴിഞ്ഞ് കറണ്ട് പോകുമെന്ന് പറഞ്ഞു ഇന്നും അടിയന്തരമായി പോക്കിയത്. അന്നേരം ഇതിന്റെ പുറയിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. മരം ആരോഗ്യകരമായ അവസ്ഥയിലാണെങ്കിൽ അതിന്റെ കമ്പ് മാത്രം മുറിക്കാം, വെട്ടിയിടാൻ പാടില്ല എന്ന് പറഞ്ഞ് നിലവിൽ കോടതി ഉത്തരവുള്ളതാണ്. കഴിഞ്ഞ നവംബർ മാസങ്ങളിൽ ഈ മരം മുറിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെയുള്ള ക്ലബ്ബ് ഉൾപ്പെടെയുള്ളവർ ഈ മരം നിലനിർത്തുകയും നമുക്ക് കാലതാമസം തരികയും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇത് പൂക്കാൻ വേണ്ടിയുള്ള അന്ന് മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. തുടർന്ന് ഞങ്ങളിൽ നിന്ന് തന്നെ ഇവർ എഴുതി വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. ഈ മരത്തിന് ഭയങ്കരമായ കേടാണ്, അതുകൊണ്ട് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്നുള്ള രീതിയിൽ എഴുതി വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പുകളൊക്കെ വെട്ടിയ സ്ഥിതിക്ക് ഇതിനകത്ത് ഒരു കേടോ മറ്റോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ തർക്കം ഉന്നയിച്ചില്ല. ഇത് പല ദിവസവും വെട്ടിയപ്പോഴും ഞങ്ങളാരും ഇതിനകത്ത് തർക്കക്കാര്യം ഇത് ഞങ്ങൾ എഴുതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളാരും തർക്കം ഉണ്ടായിരുന്നു. ഇതിനകത്ത് പിന്നെ പരിസ്ഥിതി സ്നേഹിയുള്ള ആരോ ഒന്ന് ഇതിനകത്ത് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോവുകയും ചെയ്ത് അവർ കൊടുത്തെന്ന് പറയുന്നത് കേട്ട് അതുമായി ബന്ധപ്പെട്ട ആരോ ഇവിടെ കാറ് കൊണ്ടിട്ടത് ക്ലബ്ബിലെ ആൾക്കാരാണെന്ന് പറഞ്ഞ് KSTPയുടെ ആൾക്കാരുൾപ്പെടെയുള്ളവർ പോലീസിനെ ക്ലബ്ബിലേക്ക് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇവിടെ നടന്നത്. വളരെ വേദനാജനകമായ ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ കരിക്കം ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇടപെടാനും ഇടപെടാതിരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരടക്കമുള്ള പലരും. കാരണം ഇത്തരത്തിലൊരു അവസ്ഥയ്ക്ക് സ്ഥിതി ഒരുക്കിയിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ കളക്ടർ അടക്കം കോടതി അടക്കമുള്ളവരാണ്. അവരെ ആരെയും ധിക്കരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വൻമരം ഈ കരിക്കം പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി 100 വർഷക്കാലത്തിലേറെ കാലമായി ഈ വൻമരം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇന്നലെ പോലും ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുള്ള കാലം മുതൽ ഈ മരം ഇതുപോലെ ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലം ജില്ലയിൽ ഈ ഇനത്തിൽപ്പെട്ട മറ്റൊരു മരം കാണിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്രയേറെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മരമാണ് ഇത്. ഏതോ ഒരു സ്വകാര്യ വ്യക്തിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകളുമൊക്കെ ചേർന്ന് അന്യായമായ വിധി സമ്പാദിച്ച് മുറിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ ക്ലബ്ബ് അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും എന്നാൽ ഇതേതോ വലിയ ഭീഷണി നേരിടുകയാണ്, ഈ മരം ഈ നാടിന് വലിയ അപകടമുണ്ടാക്കുമെന്ന നിലയിലേക്ക് വലിയ പ്രചരണമൊക്കെ നടത്തിയപ്പോൾ വീണ്ടും പൂക്കുകയും ഈ മരത്തിന് കീഴിൽ തന്നെ ഈ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷം ഇവിടുത്തെ യുവജനങ്ങൾ, ഇവിടുത്തെ ക്ലബിൻ്റെ പ്രവർത്തകരായാലും പൊതുപ്രവർത്തകരായാലും എല്ലാം ചേർന്ന് ഇവിടെ മനോഹരമായ ഒരു ക്രിസ്മസ് പ്രോഗ്രാം അടക്കം സംഘടിപ്പിച്ചാണ് ഈ മരത്തിനൊരു വലിയ യാത്രയയപ്പ് നൽകാൻ തീരുമാനിച്ചത്. അന്ന് ഇവിടെ അവരിൽ നിന്നും KSTP എഴുതി വാങ്ങിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കത്തിന് ഇനി മേലാൻ പോകില്ല എന്ന്. ശരിക്കും അങ്ങനെ എഴുതി വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരുമേ ഒരു തർക്കത്തിനും പോകാതെ ഇരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവർ മുറിക്കാൻ വരുമ്പോൾ ഉണ്ടായ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഓരോ കമ്പുകൾ വെട്ടുമ്പോഴും ഞങ്ങളൊക്കെ കരുതിയത് അതിന് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഈ മുറിച്ച ഒരു കമ്പിന് പോലും ഒരു കേടുപാടുമില്ല. ഇത്രയും കാരണം ഒരു തരത്തിലും ഒരു അപകടവും ഉണ്ടാകാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ ഈ മരത്തിൻ്റെ നിൽപ്പ്. അതിലേറെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഇതുപോലെ ഈ ഇനത്തിൽപ്പെട്ട മറ്റൊരു മരം കാണിച്ചെടുക്കാൻ ഒരു തൈ പോലുമില്ല. അപ്പോൾ നമുക്ക് അന്യം നിന്ന് പോകുന്ന പലതും നമുക്ക് അങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. നമ്മുടെ നാടിൻ്റെ മുൻകാലങ്ങളിൽ നമുക്ക് നാട്ടിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഈ മരം കൂടി അപ്രത്യക്ഷമാകാൻ ഇതിനെ അങ്ങനെ ഒറ്റയടിക്ക് വെട്ടിമുറിച്ച് കളയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വളരെ വേദനാജനകമാണ്. ഇതുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരുണ്ട്. ഇപ്പോൾ ഏത് ഈ പൊതുനിരത്തിൽ നിൽക്കുന്ന ഒരു മരം മുറിക്കാൻ തീരുമാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതൊന്ന് പരിശോധിക്കണം.
പരിശോധിക്കണ്ടേ? ഇതിനെന്തെങ്കിലും അപകടകരമായ അവസ്ഥയുണ്ടോ എന്നൊന്ന് പരിശോധിക്കണ്ടേ? ആ പരിശോധനയൊക്കെ നടത്തിയിട്ട് വേണ്ടേ ഇതൊക്കെ മുറിച്ചു മാറ്റാൻ? ഇപ്പോൾ തന്നെ ഓടനാവട്ടത്ത് ആ റോഡ് സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ആ നാടിന്റെ വികസനത്തിന് പോലും തടസ്സമാകുന്ന നിലയിലാണ് ഒരു വലിയ ആല് നിൽക്കുന്നത് ഓടനാവട്ടം ജംഗ്ഷനിൽ. പക്ഷേ ആ ആല് സംരക്ഷിക്കുകയാണ് അവിടുത്തെ ആളുകൾ ചെയ്യുന്നത്. കാരണം ആ ആല് സംരക്ഷിക്കുന്നതിന്റെ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ എന്ന് പറയാം, ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഓക്സിജൻ സിലിണ്ടറുകൾ വെച്ച് ശുദ്ധവായുവിന് വേണ്ടി മനുഷ്യർ നെട്ടോട്ടമൊടുക്കി. അവിടെ സ്ഥാപനങ്ങളിലൊക്കെ ഓക്സിജൻ സിലിണ്ടറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ശുദ്ധവായുവിന് വേണ്ടി. നമ്മൾ ഈ വർഷം തന്നെ ഒരു മരം നടൂ, നാളത്തെ തലമുറയെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ ജൂൺ മാസവും 5-ാം തീയതി പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ ഈ നാടിന് ശുദ്ധവായു നൽകിക്കൊണ്ട്, ഈ നാടിന് തണല് നൽകിക്കൊണ്ട്, ഇവിടെയുള്ള ഓരോ കിളികൾക്ക് തണല് നൽകിക്കൊണ്ട് ഇപ്പോൾ തന്നെ 2 അണ്ണാൻ കുഞ്ഞുങ്ങൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതോ അങ്ങനെ ഒക്കെ ഈ നാടിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഈ വലിയ മരം, ഈ വൻമരം മുറിച്ചു മാറ്റുവാൻ വേണ്ടി നടത്തുന്ന ശ്രമം ശരിക്കും പറഞ്ഞാൽ അതിൽ വേദനയുണ്ട്. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ട് ഈ മരം നിലനിർത്തുവാൻ, അത് സംരക്ഷിക്കുവാൻ, അതുപോലെ ഇതുപോലെയുള്ള മരങ്ങൾ ഇപ്പോൾ തന്നെ KSTPയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞാൻ സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻ PTA പ്രസിഡന്റാണ്. ഞാൻ തന്നെ നിരവധി തവണ ആ സ്കൂളിന്റെ റോഡ് സൈഡിൽ റോഡിലേക്ക് മറിഞ്ഞു കിടക്കുന്ന മരങ്ങൾ, ആ ഒരു മരം ഒരു മഴക്കാലത്ത് ശരിക്കും തലനാരിയുടെ വ്യത്യാസത്തിലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒരു വാഹനം കടന്നുപോയതിന്റെ തൊട്ടു പുറകിലാണ് ആ മരം പുഴി താഴേക്ക് വീണത്. അതുപോലെ അപകടകരമായ ഒരുപാട് മരങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ KSTPയോട് പറയുമ്പോൾ KSTP പറയും, ഫോറസ്റ്റിൽ പോയി പറയാം, ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ ഫോറസ്റ്റുകാർ പറയും, വേറെ ഒരിടത്ത് പോയി പറയും. ഇങ്ങനെ ഓരോ താളങ്ങൾ പറഞ്ഞ് ഇത് മാറ്റി വയ്ക്കുന്നതല്ലാതെ അപകടത്തിൽ നിൽക്കുന്നത് അടിയന്തരമായി വെട്ടിമാറ്റുവാനുള്ള ഒരു സാഹചര്യവും ഇല്ലാതെ അർത്ഥം അത് നാളത്തെ തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാളത്തെ തലമുറ കൂടി അനുഭവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഇന്നലത്തെ തലമുറ നമുക്ക് സംഭാവന ചെയ്തതാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇതൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടുന്ന നടപടികൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും, അതായത് ജില്ലാ കളക്ടർ അടക്കമുള്ള, തഹസീൽദാർ അടക്കമുള്ള, കോടതി അടക്കമുള്ളവർ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ്. ഇനി ഈ മരം ഡേഞ്ചറാണ് കൃത്യമായി പറയാൻ കാരണം ആ സൈഡിൽ വേരില്ല, ഈ സൈഡിലെ വേരുള്ളൂ, വെയിറ്റ് ഇങ്ങോട്ട് കിടക്കുന്നത്. ജനത്തിന് മരത്തിന്റെ അപകടകരമായ വണ്ടി മാറ്റമല്ലോ, വണ്ടി മാറ്റാൻ വേണ്ടി അപകടകരമായ കമ്പുകൾ മുറിച്ചിടെ അപകടകരമായ ഈ ഉത്തരവാദിത്വം ഈ റോഡ് സൈഡിൽ അങ്ങോളം ഇങ്ങോളം ബാക്കി എല്ലായിടത്തും വേണേ. ഒരു കാര്യമുണ്ട്, ഇതിന്റെ അപകടകരമായ കമ്പ് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. നമുക്കറിയത്തില്ല സാർ, അതിന്റെ ഉത്തരവ് KSTPക്ക് അപകടകരമായ ശീലം മുറിക്കാം. ആരും എതിരില്ല, ആരും എതിരില്ല. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ. അല്ല പിന്നെ അല്ലാണ്ട് അത് മാറ്റാൻ തീരുമാനമായതല്ലയോ? നമ്മള് മാന്യമായിട്ട് പരിഹരിച്ചല്ലേ സാറേ. പിന്നെ ഈ മരം ഇവിടെ നിലനിൽക്കണം നമ്മുടെ ആവശ്യമാണ്, സമൂഹത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ തലമുറയുടെ ആവശ്യമാണ്. എല്ലാം ശരിയാണ് സാർ. നമ്മുടെ